ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷഫീഖ് വടക്കാങ്ങര. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു AC ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. അവരുടെ ACയുടെ ബോർഡ്, ആ ബോർഡ് നമുക്കിനി നന്നാക്കാൻ പറ്റും. അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബോർഡുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കോഴ്സിന് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, ഇതിനു മുമ്പ് ഞാൻ ടിവിന്റെ ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് കുറെ ആൾക്കാർ ജോയിൻ ചെയ്തു, അഡ്മിഷൻ എടുത്തു. അവരുടെ ക്ലാസ്സുകൾ ഒരു ബാച്ച് സക്സസ് ആയിട്ട് തീർന്നു. അടുത്ത ബാച്ച് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ സ്മൂത്ത് ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ഇത് ഞാൻ ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് കോളുകൾ വന്നു. നമ്മുടെ യൂട്യൂബിലാണെങ്കിലും കമന്റുകൾ കുറെ വന്നു. ലാസ്റ്റ് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തു. കമന്റ് ബോക്സ് ഓഫ് ചെയ്തതൊന്നുകൊണ്ടല്ല, ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാർ, ഇതിന്റെ തുടക്കക്കാര്, അവര് ചിലപ്പോൾ ഈ കമന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം അതാണെന്ന് തെറ്റിദ്ധരിച്ച് അതിലേക്ക് പോകും. അത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കിയത്. ഇപ്പൊ ഈ വീഡിയോ ഇടുന്നത് ഇത് കണ്ടിട്ടെങ്കിലും ആ കമന്റ് ഇട്ടവന്മാരും എനിക്ക് വിളിച്ചിട്ട് എന്നെ കുറെ ഉപദേശിച്ച ആൾക്കാർ, എന്നോട് ചെറുതായിട്ടെങ്കിലും കുറച്ചൊക്കെ റഷായിട്ട് സംസാരിച്ച ആൾക്കാർ, അവർക്കൊക്കെ ഒരു ബോധം വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത്. അത് വിഷയം എത്രയേ ഉള്ളൂ. ഞാനത് ഇട്ടപ്പോ അതിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. കംപ്രസറുകൾ, ഇപ്പൊ വരുന്ന ഇൻവെർട്ടർ ACയിലെ കംപ്രസറുകൾ 3 ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. അത് DC അല്ല, 3 ഫേസ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ആ 3 ഫേസ് ആണെന്ന് പറഞ്ഞതിനാണ് എന്നോട് ഓരോരുത്തർ എന്നെ ഇങ്ങോട്ട് ഉപദേശിച്ചിരുന്നത്. താൻ എന്താണ് പഠിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്, അതിനെ ഈ മറ്റേ കപ്പി റേറ്റ് മേടിക്കണം, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. റേറ്റിന്റെ കാര്യം അവിടെ കേട്ടെ. കാരണം നമ്മളിത് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഈവൻ ഈ ACനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് AC കംപ്രസർ ലേറ്റസ്റ്റ് ഇൻവെർട്ടർ AC മേടിക്കാൻ ഒരുങ്ങിയതാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ സുഹൃത്തും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മണിയേട്ടൻ, അങ്ങനെ സുഹൃത്തായതാട്ടോ, ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മണിയേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞത് മണിയേട്ടന്റെ വീട്ടിലേക്ക് നേരെ പാലക്കാട്ടേക്ക് വരാൻ പറഞ്ഞു. ആളുടെ വീട്ടിൽ AC ഉണ്ട്. ആളുടെ വീട്ടിൽ മേടിച്ചു വെച്ച ഒരു 5 സ്റ്റാർ AC ഉണ്ട്, വേർപൂളിന്റെ. അതിന്റെ ബോർഡ് അങ്ങ് അയച്ചു പോന്നോളൂ, അയച്ചിട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതാ. ആളുടെ വീട്ടിലെ ബോർഡ് അയച്ചു കൊണ്ടുവന്ന് അതിലാണ് ഞാൻ പഠിച്ചത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ, ACന്റെ ബോർഡിനെ കുറിച്ചൊരു ബേസിക് പഠനം നടത്താൻ വേണ്ടിയിട്ട് തന്നെ 4-5 പ്രാവശ്യം എന്റെ വീട്ടിൽ നിന്ന് 70 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന മണിയേട്ടന്റെ വീട്ടിൽ പോയി വന്നിട്ടുണ്ട്. അതുപോലെ അതിന് കൂടാതെ ഒരുപാട്, ഇപ്പൊ നമ്മുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇത് പഠിക്കാനാണ് പ്രധാനമായിട്ട് ഞാൻ ഈ ഒരു മൾട്ടിമീറ്റർ മേടിച്ചത്, 7500 രൂപയുടെ മൾട്ടിമീറ്റർ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ ഇതിന്റെ പേരിൽ വന്നിട്ടുണ്ട്. യാത്രയായിട്ടും നമ്മുടെ സമയമായിട്ടും പല ബോർഡുകളായിട്ടും ഒക്കെ. ഇതിനിപ്പോ ഇനി കുറെ ബോർഡുകൾ മേടിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പെൻസ് തന്നെയാണ്. ആ എക്സ്പെൻസ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ചെലവാക്കിയിട്ട് നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ഫീസ് മേടിക്കണ്ടേ. ഞാനിപ്പോ ഒന്ന് വെറുതെ പഠിപ്പിച്ചു കൊടുത്തു എന്നിരിക്കോട്ടെ. ഈ വെറുതെ പഠിച്ച ആളുകൾ കസ്റ്റമർക്ക് ഇത് സർവീസ് ചെയ്ത് കൊടുക്കുന്നത് വെറുതെ ഒന്നുമില്ലല്ലോ, നല്ല ക്യാഷ് മേടിച്ചിട്ടാണല്ലേ സർവീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ലൈഫ് ടൈം യൂസ്ഫുൾ ആക്കാനുള്ള, ലൈഫ് ടൈം ഒരു ജോലി ആക്കാനുള്ളത് തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് ഫീസ് തരാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ജോയിൻ ചെയ്താൽ മതി. ആരും ജോയിൻ ചെയ്തതിലും എനിക്കൊരു കുഴപ്പമില്ല. വെറുതെ കാലം നമുക്ക് അതിന്റെ റിസ്ക് അറിയണ്ടല്ലോ. അപ്പൊ എന്തായാലും ടോപ്പിക്കിലേക്ക് കിടക്കാം നമുക്ക്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെർട്ടർ ACയിൽ ഇങ്ങനെ വരുന്ന ഈ ഒരു 3 കണക്ഷൻസ്, ഈ 3 കണക്ഷൻസ് ആണ് മോട്ടോറിലേക്ക് പോകുന്നത്. അത് വിളിച്ച ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. UVW എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ബോർഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. UVW എന്ന് പറയുന്ന ഈ വയറുകൾ, അതാണ് നമ്മൾ കംപ്രസറിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊടുക്കുന്ന കംപ്രസറിലേക്ക് കൊടുക്കുന്നത് DC ആണെന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് DC എന്താ നോക്കണം. DC ആണ് എന്ന് പറഞ്ഞതിന് അവര് എന്റെ അടുത്ത് കൊണ്ടുവന്ന ന്യായീകരണം ഉണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞ ന്യായീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു മലപ്പുറത്തുകാരന്റെ തന്നെ ആയിട്ടുള്ള ഒരു ചാനൽ, മലയാളം ചാനലിൽ പറഞ്ഞിട്ടുള്ള DC മോട്ടോർ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. എടുത്തെടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന്റെ തിയറി എന്താണെന്ന് മനസ്സിലാക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തിയറി ബേസിക് അറിയുന്ന ആളുകളുടെ കാര്യം പറയുന്ന കേട്ടോ. DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്രാഫ് ആണെങ്കിൽ, ആക്സിസ് ഒക്കെ വെച്ചൊരു ഗ്രാഫ് ആണെങ്കിൽ, ഈ ഗ്രാഫിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കാണിക്കുന്നതാണ് DC, ചേഞ്ചസ് ഒന്നും ഇല്ലാത്തത്. ഇനി നമ്മൾ ഫിൽറ്ററിങ് ഉഷാറായിട്ട് ഫിൽറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ DCയും കിട്ടും. ഇതിൽ എന്തേ ഉള്ളൂ, ഗ്രാഫിന്റെ മുകളിൽ മാത്രമേ സിഗ്നൽ ഉള്ളൂ. അതായത് കറണ്ട് ഒഴുകുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ്. ഒരു ഡയറക്ഷനിൽ മാത്രം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു പ്ലസ് മൈനസ് എന്നുള്ള 2 വയർ ഉണ്ടെങ്കിൽ ഈ പ്ലസ് നിന്ന് മൈനസിലോട്ട് മാത്രമാണ് കറണ്ട് ഒഴുകുന്നത്. അതാണ് DC. ഇനി AC എന്ന് പറഞ്ഞാൽ എന്താ? ACയുടെ ഗ്രാഫ് നമ്മൾ വരക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫേസും ന്യൂട്രലും ആണ് നമ്മൾ പറയാം. ഇതാണെന്നുണ്ടെങ്കിൽ ഫേസിൽ നിന്ന് ഇങ്ങോട്ടും കറണ്ട് ഒഴുകും, ന്യൂട്രലിൽ നിന്ന് അങ്ങോട്ടും കറണ്ട് ഒഴുകും. കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അതാണ് AC. ഇനി ഇങ്ങനെ കാണുന്ന ഒന്നും
നമുക്ക് സ്ക്വയർ വേവ് എന്നൊക്കെ പറയാം. പക്ഷെ ഇത് AC അല്ലേ? ഇത് AC ആണ്, ആൾട്ടർനേറ്റീവ് ആണ്. ഇതൊരിക്കലും DC അല്ല. കാരണം ഇതിൽ കണ്ടോ വേരിയേഷൻ ഉണ്ട്, ഡയറക്ഷൻ മാറുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ രണ്ട് വയർ പ്ലസ് മൈനസ് ഇങ്ങനെ വയർ ഉണ്ടെങ്കിൽ ഇത് കാണിക്കുന്നത് ആദ്യം പ്ലസ് ടു മൈനസ് കറണ്ട് ഒഴുകി, ഇത് കാണിക്കുന്നത് പിന്നെ മൈനസ് ടു നെഗറ്റീവ് പ്ലസ് കറണ്ട് ഒഴുകി. കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് AC ആയി, ആൾട്ടർനേറ്റീവ് കറണ്ട് ആയി. ഈ വേവിന്റെ പേര് മാറുന്നുള്ളൂ, സ്ക്വയർ വേവ് ആവുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് സൈൻ വേവ് ആയി, പിന്നെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് സ്ക്വയർ വേവ് ആയി. ശരിക്കും ഇത് ഡയറക്റ്റ് കറണ്ട് അല്ല, ഇത് പിന്നെ വേരിയേഷനുള്ള ആൾട്ടർനേറ്റീവ് കറണ്ട് തന്നെയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ആ കാര്യത്തെ കുറിച്ച് ഒരു ബോധം അവിടെ മെമ്മറിയിൽ കിടക്കട്ടെ. ഇനി നമുക്ക് മോട്ടോറുകളെ കുറിച്ചൊന്ന് നോക്കാം. മോട്ടോർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സാധാരണ മോട്ടോറുകൾ AC മോട്ടോറുകളായിരിക്കും നമ്മളെല്ലാം കണ്ടു പരിചയമുള്ളത്. AC മോട്ടോറിന്റെ ഉള്ളിലുള്ളത് കമ്പിച്ചുറ്റാണ്. കമ്പിച്ചുറ്റ് അല്ലേ? ഈ കമ്പിച്ചുറ്റിലേക്ക് നമ്മൾ AC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആകും. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആയി കഴിഞ്ഞാൽ ഇപ്പുറത്ത് റോട്ടർ ആയിട്ട് വെക്കുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സീലിംഗ് ഫാൻ ഒക്കെ ആണെങ്കിൽ അതിൽ റോട്ടർ അലുമിനിയം റോഡുകളൊക്കെയാണ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ അലുമിനിയം റോഡുകൾ അടുക്കി വെച്ചിട്ടുണ്ടാകും. ഇപ്പൊ ഈ അലുമിനിയം റോഡുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഇത് AC കൊടുത്തുകൊണ്ടിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ റോഡിൽ തട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ റോഡിന്റെ ഉള്ളിലൂടെ ഒരു കറണ്ട് ഒഴുകും. ആ കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ അത് ഒരൊറ്റ പീസിന്റെ ഉള്ളിലൂടെ മാത്രമാണ് ഈ കറണ്ട് ഒഴുകുന്നത്. അതും ഒഴുകുന്നത് ഏതാണ്? AC ആണ്. വേരിയേഷൻ ഉള്ളതാ. വേരിയേഷൻ ഉള്ള AC, വേരിയേഷൻസ് ഉള്ള കറണ്ട് ഏതിലൂടെ ഒഴുകുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒക്കെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഇപ്പൊ ഇതിലൂടെ ഒഴുകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഇതൊരു ചെറിയ മാഗ്നറ്റിസം കാണിക്കും. ഒരു മാഗ്നറ്റിക് സ്വഭാവം ഇത് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഈ രണ്ടിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉള്ളത് കൊണ്ട് ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസിക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് അത് അങ്ങനെ മൂവ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അവിടെ നിർബന്ധമാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുമ്പോഴാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സീലിംഗ് ഫാനിൽ നിന്നൊക്കെ ഒരു സാധാരണ മാഗ്നറ്റ് കാന്തം കൊടുക്കാതെ ഇവിടെ അലുമിനിയം റോഡ് കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന AC-യുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് കൊണ്ട് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് കുറവാണ്. ഇവിടെ നമുക്കൊരു കാന്തം വെക്കുകയായിരുന്നെങ്കിൽ നല്ല പവറുള്ള വലിയ കാന്തം വെക്കണം, എന്നാലേ ഫാൻ സ്പീഡിൽ കറങ്ങുള്ളൂ. ഇത് ഫാൻ സ്പീഡിൽ കറങ്ങില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഇതിന് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ തന്നെ യൂസ് ചെയ്തിട്ട് ഈ റോഡിൽ ഉണ്ടാവുന്ന ഇവിടുന്ന് ഇൻഡക്ഷൻ വഴി റോഡിൽ ഉണ്ടാവുന്ന ആ ഒരു കറണ്ട് അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിസം അതിനെയും കൂടി യൂസ് ചെയ്തിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സാധാരണ ഒരു ഫാനിന്റെ ഒക്കെ വർക്കിംഗ്, ഇൻഡക്ഷൻ ഫാനുകളുടെ വർക്കിംഗ്. ഇനി DC ഫാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? DC ഫാൻ നമുക്കൊരു മിനി മോട്ടർ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മിനി മോട്ടർ കഴിച്ച് എല്ലാവരും നോക്കി കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഒന്ന് കമ്പിച്ചുറ്റാണ്. അതായത് നമ്മൾ DC കൊടുക്കുന്ന ഭാഗത്തെ കമ്പിച്ചുറ്റ്, ഒരു കമ്പിച്ചുറ്റ് കാണാം. അത് അയൺ കോർ ആണ്, അതായത് ഇരുമ്പിന്റെ മുകളിൽ കമ്പിച്ചുറ്റ് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒന്ന് കാണുന്നത് ഇപ്പൊ ഇങ്ങനെ റൗണ്ടിലുള്ള മിനി മോട്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ടാകും, ഈ സൈഡിൽ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ടാവും. ഇതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഇതിന്റെ നടുക്കെയാണ് ഇവിടെ കമ്പിച്ചുറ്റുകൾ ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു കമ്പിച്ചുറ്റ് എടുത്തിട്ട് ഒരു ഇരുമ്പിന്റെ മുകളിൽ കമ്പി ചുറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ DC കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യില്ല. അതിന് ബേസിക് തിയറി, ഇൻഡക്ടറിന്റെ ബേസിക് തിയറി പഠിക്കണം. ഇവിടുന്ന് ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യില്ല. വേരിയേഷൻ ഉള്ള ചേഞ്ചസ് ഉള്ള സിഗ്നലുകൾ ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഇൻഡക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ DC കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുമ്പിന്റെ മുകളിൽ കമ്പി ചുറ്റി വെച്ചിട്ട് ചെമ്പമ്പി ചുറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ DC കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഇതൊരു കാന്തമായിട്ട് മാറും. ഈ ഉള്ളിലുള്ള ഇരുമ്പുണ്ടല്ലോ, ഈ ഇരുമ്പ് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അതിന് നമ്മൾ ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്നൊക്കെ പറയും. ഇതൊരു കാന്തമായിട്ട് മാറി. ഇപ്പോ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ മാഗ്നറ്റ് വെച്ചു, ഇവിടെ ഒരു കാന്തം വെച്ചു, ഇവിടെ ഒരു കാന്തം വെച്ചു. ഇത് കാന്തത്തിന്റെ നോർത്ത് പോള്, ഇത് കാന്തത്തിന്റെ സൗത്ത് പോള്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഇരുമ്പ് വെച്ചിട്ടുണ്ട്, ഒരു ഇരുമ്പ് കഷ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഇരുമ്പ് കഷ്ണത്തിന് കമ്പിച്ചുറ്റും ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് DC കൊടുക്കുക, അവിടെ പ്ലസും കൊടുത്ത് ഇവിടെ മൈനസും കൊടുത്തു കഴിഞ്ഞാൽ ഈ കാന്തം ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അതിന് തമ്പർ റൂൾ ഒക്കെ അപ്ലൈ ചെയ്യണം. അത് ഏതൊക്കെ ഡയറക്ഷനിലാണ് മാറുന്നില്ല ഒന്നും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാന്തത്തിന്റെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും ആയി കരുതിക്കോളൂ ഈ വെച്ച കമ്പിയിൽ. അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നോർത്തും എടുത്തു വന്നത് കൊണ്ട് തന്നെ ഇത് വികർഷിക്കും. സെയിം ചാർജുകൾ അടുത്ത് വന്നാൽ വികർഷിക്കും, ഓപ്പോസിറ്റ് ചാർജുകൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആകർഷിക്കും. അപ്പൊ ഇത് ഇവിടുന്ന് വികർഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടും വികർഷിക്കും, ഇത് ഇങ്ങോട്ടും വികർഷിക്കും. അതിനൊക്കെ ഒരു ഡയറക്ഷൻ ഒക്കെ നമുക്ക് തമ്പറുകളൊക്കെ വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് ഇങ്ങോട്ട് വികർഷിച്ചു കഴിഞ്ഞാലേ ഇത് ഇങ്ങനെ റൗണ്ട് ഇങ്ങോട്ട് കറങ്ങിയില്ലേ, ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ ഇത് ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ആകർഷിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടും ആകർഷിക്കുന്നതുകൊണ്ട് ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വരും.
പക്ഷെ ഇവിടെ വെച്ച മാഗ്നറ്റിന്റെ സ്ട്രക്ചർ വളച്ചിട്ട് സ്ട്രക്ചറിലാണ് വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന അതേ ഫോഴ്സിൽ ഒരു റൊട്ടേഷൻ പാട് വരുന്നതോടുകൂടി വീണ്ടും അടുത്ത പോളിലേക്ക് എത്തി പിന്നെ അതങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ഡി സി ഫാനിന്റെ അവസ്ഥ. ഡി സി ഫാനിൽ ഇൻഡക്ഷൻ ഇല്ല, അതിലൊരു ഇൻഡക്ഷനോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നുമില്ല. ആകെയുള്ളത് ഇവിടെ ഈ ഇരുമ്പ് മാഗ്നറ്റ് ആയിട്ട് മാറും, ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് മാറും. രണ്ട് മാഗ്നറ്റിന്റെ അടിയിലാണ് ടെമ്പററി മാഗ്നറ്റ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയാണ് സാധാരണ ഡി സി മോട്ടോറുകളിൽ അല്ലെങ്കിൽ ഡി സി ഫാനുകൾ ഉള്ളത്. ആ ഡി സി ഫാനിലേക്ക് കൊടുക്കാവുന്ന വയറിന്റെ എണ്ണം 2 വയറാണ്, പ്ലസ് മൈനസ്. ഈ 2 വയർ മാത്രമേ കൊടുക്കുള്ളൂ. അത് പ്ലസ് മൈനസ് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, UVW ഒന്നും മാർക്ക് ചെയ്യില്ല, പ്ലസ് മൈനസ് എന്ന് മാത്രമാണ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ ഇതിൽ നിന്ന് ഡി സി മോട്ടോർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എ സി മോട്ടോറിന്റെ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. എ സി മോട്ടോർ തന്നെ ഞാൻ ഇൻഡക്ഷൻ മോട്ടോറാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതല്ലാത്ത മോട്ടോറും ഉണ്ട്, യൂണിവേഴ്സൽ മോട്ടോറായിട്ട് ഉപയോഗിക്കുന്ന മിക്സിയിലൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഡ്രില്ലറുകളിലൊക്കെ ഉപയോഗിക്കുന്നത്, അത് യൂണിവേഴ്സൽ മോട്ടോറാണ്. അതിന്റെ സിസ്റ്റം കുറച്ചുകൂടി വ്യത്യാസമാണ്. എന്തായാലും അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്തായാലും സീലിംഗ് ഫാനോ നമ്മുടെ കംപ്രസറിലൊന്നും അത്ര യൂണിവേഴ്സൽ മോട്ടോർ സിസ്റ്റം അല്ല ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു കംപ്രസർ ഉണ്ടല്ലോ, നമുക്ക് പഴയ മോഡൽ എ സി കംപ്രസറിന്റെ കണക്ഷൻസ് എത്ര ഉണ്ടാവുക? 3 കണക്ഷൻസ് ആണ് ഉണ്ടാവുക. 3 കണക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫേസ് ഉണ്ടാകും, ഒന്ന് ന്യൂട്രൽ ഉണ്ടാകും, പിന്നെ ഒരു കണക്ഷൻ ഉണ്ടാകും. പിന്നെയുള്ള കണക്ഷൻ എന്താണ്? കപ്പാസിറ്ററിന്റെ ആണ്. ഇതിങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടാകും. ആ കപ്പാസിറ്റർ ഒരു ഇതിട്ടിട്ടാ കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ ഒരു കപ്പാസിറ്റർ ഇട്ടിട്ടാണ് ഈ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷൻ കൂടി സാധാരണ എ സിന്റെ കംപ്രസറിൽ ഉണ്ടാവും. അത് നേരെ കംപ്രസറിലേക്ക് പോകും. ഇനി അതെന്താണെന്നുള്ളത് പറയാം. സാധാരണ നമ്മളെ മോട്ടോറുകളെ സംബന്ധിച്ചിടത്തോളം, ഇൻഡക്ഷൻ മോട്ടോറുകൾ ഒന്നുകിൽ 2 ഫേസിൽ അല്ലെങ്കിൽ 3 ഫേസിൽ അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ, അല്ല സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യില്ല. ഇപ്പൊ ഒരു മോട്ടോറിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ 2 കോയിലുകൾ ഇത് കൊടുത്തിട്ടുണ്ടാവും, വൈൻഡിങ്ങുകൾ ഉണ്ടാവും. ഇതിന്റെ ഉള്ളിലാണ് ഇവിടെ ഇത് വരിക, റോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു, അലുമിനിയം റോഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗം വരിക. 2 വൈൻഡിങ് ഉണ്ടാവും. ഈ 2 വൈൻഡിങ്ങിൽ കോമൺ ന്യൂട്രൽ കൊടുത്തു, ഇവിടെ നമ്മൾ ഫേസ് കൊടുത്തു, ഇവിടെ നമ്മൾ കപ്പാസിറ്റർ ഇട്ടിട്ട് ഫേസ് കൊടുത്തു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് സിഗ്നലാണ് വരുന്നത്. ഈ ടൈപ്പ് സിഗ്നൽ വരുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഇത് ഒന്നിങ്ങോട്ട് കറങ്ങാൻ ശ്രമിക്കും. പക്ഷെ കറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് കാര്യമില്ല, ഈ വൈൻഡിങ്ങിൽ നമ്മൾ അതേ ഫേസ് തന്നെയല്ലേ കൊടുക്കുക. ഈ വൈൻഡിങ്ങിൽ അതേ ഫേസ് കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടത്തെയും ഇവിടുന്നും കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരുപോലെ ആയിരിക്കും. അപ്പൊ ഇത് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും ഇവിടുന്ന് കിട്ടുന്നത് അത് തന്നെയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നൊന്ന് മുറണ്ടോണ്ടിരിക്കും. അതാണ് നമുക്ക് ഫാനിന്റെ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ ഫാനിൽ സംഭവിക്കുന്നത്. അതേസമയം നമ്മൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ സി സപ്ലൈയിൽ കപ്പാസിറ്ററിന്റെ ഇട്ട് കഴിഞ്ഞാൽ ഫേസിൽ ഷിഫ്റ്റ് വരുത്താൻ കഴിവുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരു എ സി ഇങ്ങനെ വരുന്നുണ്ട്, ഈ വരുന്ന എ സിയിൽ നമ്മളൊരു കപ്പാസിറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ ഇങ്ങനെ ആയിരിക്കും. ഇതിൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 ആവുന്ന സമയത്ത് ഇവിടെ വോൾട്ടേജ് ഹൈ ആണ്, ഇവിടെ ഹൈ വോൾട്ടേജ് ആവുന്ന സമയത്തേക്കും ഇവിടെ വോൾട്ടേജ് 0 ആയി. ഇത് കറക്റ്റ് 90 ഡിഗ്രി അല്ല കേട്ടോ, ഞാൻ ചെറിയൊരു ഇതിൽ എക്സാമ്പിളിന് വരച്ചേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ചേഞ്ചസ് വരും. ഈ വോൾട്ടേജും തമ്മിൽ 2 ഫേസുകളായി, ഫേസ് ഷിഫ്റ്റ് വന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഹൈ വോൾട്ടേജ് കിട്ടുമ്പോൾ ഇവിടെ ലോ വോൾട്ടേജ് ആണ്, വോൾട്ടേജിൽ ഡിഫറൻസ് വന്നു, മാഗ്നറ്റിക് ഫ്ലക്സിലും വ്യത്യാസം വന്നു. അപ്പോൾ ഫാന് കറങ്ങാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ ഇട്ട് കൊടുക്കുന്നത്. അതാണ് കപ്പാസിറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ 2 ഫേസ് ആയിട്ട് മാറി. അപ്പൊ ഒരു 2 ഫേസിൽ 2 ഫേസും ഒരു ന്യൂട്രലിലും ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കാണുന്ന ഇത്രയേ ഉള്ളൂ, ഇതിങ്ങനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫേസ്, ഇവിടെ ഒരു ന്യൂട്രൽ. പക്ഷെ ആക്ച്വലി ഇത് 2 ഫേസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ 2 ഫേസിലാണ് സാധാരണ മോട്ടോറുകൾ വർക്ക് ചെയ്യുന്നത്. എന്നാൽ മറ്റു കുറച്ചുകൂടെ വലിയ മോട്ടോറുകളോ അല്ലെങ്കിൽ ടോർക്ക് കൂടിയ മോട്ടോറുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം 3 ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ 3 വൈൻഡിങ് കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ 3 വൈൻഡിങ് കൊടുത്തിട്ടുണ്ടാവും. ഈ 3 വൈൻഡിങ്ങിലേക്ക് 3 ഫേസ് കിട്ടണം. ഇനി എന്താ 3 ഫേസ് എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഫേസ് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഫേസ് ഇങ്ങനെയായിരിക്കും, അടുത്ത ഫേസ് കുറച്ചുകൂടെ വ്യത്യാസമുള്ള രൂപത്തിൽ ഇങ്ങനെയായിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും ഫേസുകൾ വ്യത്യസ്തമാണ്. എല്ലാത്തിനും ഫേസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ 0 വോൾട്ടേജ് ആകുമ്പോൾ ഇതിൽ ഹൈ വോൾട്ടേജ് ആണ്, അത് കുറച്ച് ഇങ്ങോട്ടായിട്ടുണ്ടാവും ഒക്കെ വരും. ഇതിൽ ആ സമയത്തേക്ക് ഡയറക്ഷൻ മാറിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സപ്ലൈ വരുന്നത്. ആ ഒരു തരത്തിലാണ് 3 ഫേസുകൾ. 3 ഫേസിലും ഡിഫറെന്റ് അളവിലുള്ള വോൾട്ടേജുകൾ, അതായത് വോൾട്ടേജുകളും ചേഞ്ച് ഉണ്ടാകും, ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാകും. അത്തരത്തിൽ വരുന്നതിനാണ് നമ്മൾ 3 ഫേസ് എന്ന് പറയുന്നത്.
അത്തരം 3 ഫേസ് സപ്ലൈ ആണ് ഈ 3 കോയിലേക്ക് കൊടുക്കുന്നത്. ഇനി കംപ്രസറിന്റെ കാര്യം എടുത്തിട്ട് കംപ്രസറിന്റെ ഇന്റേണൽ ഡയഗ്രാം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ സംഘടിപ്പിച്ച് നോക്കിക്കോളൂ. അതിൽ എനിക്ക് ഈ ഡയഗ്രാം കാണാം. കംപ്രസറിൽ ഇത്തരത്തിലാണ് കോയിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇനി 3 ഫേസുകളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വാക്കുകളാണ് യു, വി, ഡബ്ല്യു. ഈ വാക്കുകൾ ഇത് 3 ഫേസിന് വേണ്ടി കൊടുക്കുന്നതാണ്. എന്താണ് യു, വി, ഡബ്ല്യു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് കണ്ടെത്താലോ. ഇപ്പൊ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അടിച്ചത്രേ ഉള്ളൂ യു, വി, ഡബ്ല്യു ഇൻ ഇലക്ട്രിക്കൽ എന്താന്ന് നോക്കാം. ഇൻ എ 3 phase generator there are 3 windings typically designed as A, B, C or R, S, T or U, V, W. Phase rotation or phase sequence describe the order A, B, C അല്ലെങ്കിൽ R, S, T or U, V, W. ഈ പേരുകളിലാണ് 3 ഫേസുകളെ കൊടുക്കുന്നത്, 3 ഫേസുകളെ കൊടുക്കുന്നത്. ഇനിയിപ്പോ കംപ്രസർ DC-യിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും പറയുന്നവരെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ഈ ബോർഡ് ഉണ്ടാക്കിയത്. ഈ ബോർഡിൽ എഴുതി വെച്ച ലെറ്ററുകൾ ഏതാണ് എന്നുള്ളത് നോക്കിയാൽ മതി. ആണോ യു, വി, ഡബ്ല്യു. ഒരു വൈൻഡിങ് യു, വി, ഒന്ന് യു, അടുത്തത് വി, അടുത്തത് ഡബ്ല്യു. അല്ലെങ്കിൽ ഇവിടെ കൊടുക്കണ്ടോ റെഡ്, യെല്ലോ, ബ്ലൂ. 3 ഫേസ് വയറിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. 3 ഫേസിൽ ഓരോ ഫേസിന് ഓരോ കളർ കൊടുക്കാറുണ്ട്. റെഡും അതേപോലെ തന്നെ യെല്ലോയും ബ്ലൂവും തന്നെയാണ് കൊടുക്കാറുള്ളത്. അതേ കളർ ഫോർമാറ്റിൽ തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. അതാണ് ഇത് 3 ഫേസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അവിടെ 3 ഫേസ് ആണ് വരുന്നത്. ഇനിയിപ്പോ BLDC അതിൽ എൻ്റെ അടുത്ത് കംപ്രസർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിപ്പോ എനിക്ക് ചെക്ക് ചെയ്ത് തരാൻ കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വേറെ BLDC ഫാനിന്റെ ബോർഡാണ് എടുത്തുള്ളത്. ഇതൊരു BLDC-ന്റെ ആണ്. BLDC-യിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ട മോട്ടോർ എഴുതി കണക്ഷൻ ഇതാണ്. മോട്ടോറിലേക്കുള്ള കണക്ഷൻ W, V, U 3 വൈൻഡിങ്ങുകൾ. ഓക്കെ, ഇപ്പൊ ഇതാണ് BLDC-യിൽ വരുന്ന വൈൻഡിങ്ങുകൾ. അപ്പൊ ഇതിന് ഈ കണക്ഷൻസ് നേരെ പോകുന്നത് ഇതിന്റെ BLDC മോട്ടോർ ഇവിടെ ഉണ്ട്. മോട്ടോറിന് ഫാനിനെ കാണിച്ചു തരാം. ഞാനിവിടെ ഫാനിനെ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അതിലേക്കാണ് പോകുന്നത്. അപ്പൊ സാധാരണഗതിയിൽ 3 ഫേസ് മോട്ടോറിനെ സംബന്ധിച്ചിടത്തോളം അതില് പെർമനന്റ് മാഗ്നറ്റ് സാധാരണ ഉള്ള വലിയ 3 ഫേസ് മോട്ടോറിലൊന്നും പെർമനന്റ് മാഗ്നറ്റ് ഒന്നും യൂസ് ചെയ്യില്ല. പക്ഷെ ഇവിടെ പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഫാനിൽ BLDC ഫാനിലോ അല്ലെങ്കിൽ BLDC കംപ്രസറിലോ ഒക്കെ ഉപയോഗിക്കുന്നത് മാഗ്നറ്റ് ആണ്. ഒരു പെർമനന്റ് മാഗ്നറ്റ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അത് അയച്ചു കാണിച്ചു തരാം. അപ്പൊ BLDC ഫാനിന്റെ മോട്ടോറാണ് ഈ അയച്ചു വെച്ചിട്ടുള്ളത്. കണ്ടോ, BLDC ഫാൻ തന്നെയാണ് കേട്ടോ. നീ പറഞ്ഞ വിശ്വാസം വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. BLDC ഫാൻ ഇവിടെ എഴുതിച്ചു പോകുന്നതാണ്. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അഴിച്ചിട്ട് നോക്കാം. ഇതിന്റെ ഈ ഭാഗം ഇപ്പൊ ഇതിൽ കാണാം. നമ്മൾ സാധാരണ ഫാനിൽ കാണുന്ന പോലെ തന്നെ ഒരു വൈൻഡിങ് ഉണ്ട് ഇവിടെ. ഇതാണ് ഇതിൽ സ്റ്റേറ്റർ, ഇതാണ് ഇതിന്റെ റോട്ടർ. ഈ ഭാഗം എന്താ നോക്കാം. അയക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കാരണം മാഗ്നറ്റ് ആയതുകൊണ്ട്. ഓക്കെ, അഴിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ മാഗ്നറ്റ് ആണ് ഈ വെച്ചിട്ടുള്ളതെല്ലാം. സ്ക്രൂ ഡ്രൈവർ അതിൽ തൂക്കിയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു മാഗ്നറ്റ് ആണ്. ഈ ചുറ്റും വെച്ചിട്ടുള്ളത് മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇതില് ഈ ഒരു സാധനം ഇവിടെ എന്ത് ചെയ്യും, സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇവിടേക്ക് കൊടുക്കുന്നത് 3 ഫേസ് ആണെന്ന് പറഞ്ഞു. 3 ഫേസ് കൊടുക്കുന്നതോടുകൂടി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യപ്പെടും. അതേ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ മാഗ്നറ്റുകളും വരുന്നത്. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഈ മാഗ്നറ്റ് കൊണ്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇതുകൊണ്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മറ്റൊരു മാഗ്നറ്റ് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് അങ്ങനെ പോകും. ആ ഒരു പോക്കാണ് ഇവിടെ നമുക്ക് ഫാനിന്റെ കറക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. അത് ഇവിടെ കറങ്ങുന്ന ഇയാളാണ് കറങ്ങുന്നത് മാത്രം. ഇയാളെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തിനാണ് ഇതിങ്ങനെ BLDC ആക്കുന്നത് എന്നുള്ളതായിരിക്കും ഇനി ഒരു സംശയം. അപ്പൊ അതിനെയാണ് ഇനി നമ്മൾ ക്ലിയർ ആക്കാൻ പോകുന്നത്. അത് സാധാരണ ഒരു ഫാനിന് സംബന്ധിച്ചിടത്തോളം ആ ഫാനിലേക്ക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഉപയോഗിച്ച് തന്നെ ഇവിടെ ഇൻഡക്ഷൻ നടന്നിട്ട് ആ ഇൻഡക്ഷന്റെ ഫലമായിട്ടാണ് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ കൊണ്ട് അപ്പുറത്ത് വേറെ ഇൻഡക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഈ ഇതിന്റെ ഉള്ളിലുള്ള ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് വലിയൊരു കറണ്ട് കൊടുക്കേണ്ടി വരുന്നില്ല, കുറഞ്ഞ കറണ്ട് കൊടുത്താൽ മതി. മറ്റൊന്ന്, ഇവിടേക്ക് നൽകുന്ന ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസിയാണ്. ഹൈ ഫ്രീക്വൻസിയെ സംബന്ധിച്ചിടത്തോളം ഹൈ ഫ്രീക്വൻസിക്ക് കൊണ്ട് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഹൈ ഫ്രീക്വൻസി കൊണ്ട് കുറഞ്ഞ കമ്പി ചുറ്റും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇവിടെ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് കട്ട് ചെയ്യുന്നതിന്റെ സ്പീഡ് കൂടും. അതായത് ഫാനിന്റെ സ്പീഡ് കൂടുമെന്നർത്ഥം. ഫാൻ നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ കമ്പിച്ചുറ്റിന്റെ എണ്ണം കുറക്കുകയും ചെയ്യാം. ഓക്കെ,
അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ബെനിഫിറ്റുകൾ. നല്ല സ്പീഡ് കിട്ടും, കുറഞ്ഞ പവർ മതി, പിന്നെ എന്താ പറയാ ഇതിന്റെ കമ്പിച്ചുറ്റിന്റെ എണ്ണം കുറച്ച് മതി, കുറച്ച് ചെമ്പമ്പി ഇവിടെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് BLDCന്റെ മോട്ടോർ എങ്ങനെയാണ് എന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഈ മോട്ടോറിലേക്ക് പോകുന്ന സിഗ്നൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ സിഗ്നൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് CRO ആണ്. CRO വെച്ചിട്ടാണ് ഞാൻ ആ സിഗ്നൽ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്താ CRO എന്ന് പറയാം. CRO ഒന്നുമില്ല, കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ലേറ്റസ്റ്റ് വെർഷൻസ് ആണ് ഇതൊക്കെ. ഇതിനെ പറയുന്ന പേര് DSO എന്നാണ്, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ആണ്. ഇതിൽ നമുക്ക് ഗ്രാഫ് ആയിട്ട് കാണാൻ പറ്റും എല്ലാ വോൾട്ടേജും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ ഇവിടെ ഇത് AC-ലും ചെക്ക് ചെയ്യാണ്. AC ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് പ്ലഗിൽ ഇവിടെ ചെയ്ത് വെക്കാണ്. ഇതാ AC 210 തന്നെയാണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇവിടെ ഒരു ബൾബ് എടുത്തു, ബൾബ് എടുത്തിട്ട് ബൾബ് ഇതേ സെയിം പ്ലഗ് തന്നെ ചെയ്യാം. ഓക്കെ, ബൾബ് കത്തുന്നുണ്ട്. അപ്പൊ അതിലാണ് ഇപ്പൊ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഇനി പ്ലഗ് ചെയ്യുന്നത്. ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മീറ്ററിൽ കാണിക്കുന്നത് ഇവിടെ കണ്ടോ, ഈ കാണിക്കുന്ന വരകള്, ഈ കാണുന്നതാണ് AC-യുടെ സൈൻ വേവ് എന്ന് പറയുന്നത്. സൈൻ വേവ് ഇവിടെ ഇതിന്റെ വോൾട്ടേജ് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് 100 വോൾട്ട്. ഇതിൽ ഒരു കള്ളി ഇങ്ങനെ ഡോട്ടുകളുണ്ട്, മേലക്കുള്ള ഡോട്ട്. ഒരു ഡോട്ട് വരെയുള്ളത് 100 വോൾട്ട്, 100 വോൾട്ടിനെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഇത് രണ്ടെണ്ണം ആയതുകൊണ്ട് 200 വോൾട്ട്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ചുകൂടെ ചെറുതാക്കി 50 വോൾട്ട് ആകുമ്പോൾ ഒരു കള്ളി 50 വോൾട്ടാണ്. അപ്പൊ അടുത്തത് 50, 100, 200, 300 അങ്ങനെ. ഇതിന്റെ വോൾട്ടേജ് പീക്ക് വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ട് 565 വോൾട്ട് പീക്ക് ടു പീക്ക്. അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് ഏറ്റവും താഴേക്കുള്ള വോൾട്ടേജ് ഒക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും അപ്പൊ ഇതാണ് AC-യുടെ സൈൻ വേവ്. ഇതിവിടെ കാണിക്കുന്നത് 5 മില്ലി സെക്കൻഡ് സ്പീഡിൽ, 5 മില്ലി സെക്കൻഡ് സമയത്തിനുള്ളിൽ എന്ത് ഗ്രാഫ് പോകുന്നുണ്ടോ അതിനെ കാണിക്കുന്നത്. നമുക്ക് ടൈം ഇവിടെ നമുക്ക് 1 സെക്കൻഡ് സമയമാക്കി കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും. മൈക്രോ സെക്കൻഡിലേക്ക് പോയി. 1 സെക്കൻഡ് സമയത്തെ വോൾട്ടേജ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഡിവിഷൻ ഓക്കെ, 1 സെക്കൻഡിലിട്ട സിഗ്നൽ ഒന്നും കാണാൻ പോലും കിട്ടുന്നില്ല. 1 സെക്കൻഡ് അല്ല, ഇപ്പോഴുള്ളത് 100 മില്ലി സെക്കൻഡിൽ ഇട്ടിട്ടാണ് സിഗ്നൽ കാണാൻ കിട്ടുന്നില്ല. അതാണോ, അപ്പൊ ഇത് 50 മില്ലി സെക്കൻഡിൽ കാണുന്ന AC വോൾട്ടേജിന്റെ അവസ്ഥയാണത്. സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഫ്രീക്വൻസി. ഇത് 50 ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള സിഗ്നൽ. അവിടെ ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട് 50 ഹെഡ്സ് ആണ്. 50 ഹെഡ്സിലുള്ള സിഗ്നലിന്റെ കാര്യമാണ് ഇത്. പണ്ട് 20 മൈക്രോ സെക്കൻഡ് ഇട്ടപ്പോൾ 3 സ്പീഡിൽ. അതായത് ഇത് കാണിക്കുന്നത് ഈ ഒരു കള്ളി കണ്ടോ, ഒരു കള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മില്ലി സെക്കൻഡ് സമയം, അതാണ് ഈ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ സമയം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇത് AC സൈൻ വേവ് ആണ്. നമ്മുടെ വീട്ടിൽ വരുന്ന സപ്ലൈ ആണ് ഇപ്പൊ ഈ ചെക്ക് ചെയ്തത്. ഇനി മറ്റൊരു ഗ്രാഫ് കൂടെ ഒന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഡിഫറെന്റ് വേറെ സിഗ്നലുകൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതിനിപ്പോ ഞാൻ ഇതുണ്ട് ഒരു മിനി സിഗ്നൽ ജനറേറ്റർ ആണ്. അതിനെ കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അത് ഞാൻ പ്ലഗ് ചെയ്തു. ഇതിലേക്കാണ് സപ്ലൈ കൊടുത്തുള്ളത്. ഇതിൽ നമ്മൾ ഈ പ്രോബിന്റെ നെഗറ്റീവിന് ഇവിടെ കൊടുത്തു. അടുത്തത് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. വേണ്ട, ഈ കാണിക്കുന്ന സിഗ്നൽ ഇത് സൈൻ വേവ് ആണ്. ഇതിന്റെ ഫ്രീക്വൻസി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഫ്രീക്വൻസി നമ്മൾ നോക്കി കഴിഞ്ഞാൽ 143 കിലോഹെർട്സ് ഫ്രീക്വൻസിയിലാണ് ഇപ്പൊ ഇത് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് സൈൻ വേവ് എന്ന് പറയാൻ പറ്റും. ഇനി വേറൊരു വേവിനെ കാണിച്ചു തരാം. ഇതൊരു സ്ക്വയർ വേവ് ആണ്. അപ്പൊ ഇതിലും കണ്ടോ, മേലക്കുണ്ട് താഴേക്കുണ്ട്. മേലക്കും താഴേക്കുണ്ടെങ്കിൽ സ്ക്വയർ വേവ് ആണ്. അത് AC ആണ്. ഇത് AC ആണ്, കാരണം മുകളിലും താഴേക്കുള്ള പൾസ് ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് AC എന്ന് പറയാം. ഇനി ഇവിടെ തന്നെ ഈ മീറ്ററിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, DC കപ്ലിംഗ്. AC പാർട്ടിനെയും DC പാർട്ടിനെയും നോക്കാം. DC കപ്ലിംഗിൽ ഇട്ടാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. DC കപ്ലിംഗിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് വന്നു. DC ആണെങ്കിൽ എപ്പോഴും ഈ ലൈനിന്റെ മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, താഴേക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ AC കപ്ലിംഗിലേക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് ഭാഗത്തേക്കും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് AC സിഗ്നൽ ആണ്. AC കപ്ലിംഗിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതിനൊക്കെ നോക്കേണ്ടത്. ഇത് AC സിഗ്നൽ ആണ് വരുന്നത്, സ്ക്വയർ വേവ്. ഇനി ഇതിൽ തന്നെ വേറെയും വേവുകളൊക്കെ ഉണ്ട്. ഇവിടെ സൈൻ വേവ് റെക്ടാങ്കുലർ ആക്കിയിട്ട് മാറ്റാം. ട്രയാങ്കുലർ വേവിന്റെ ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ. ട്രയാങ്കുലർ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് കുറച്ചുകൂടെ ഒന്ന് മാറും. ഇങ്ങനെ ഒരു കോണായിട്ട് വരുന്നുണ്ട്. സ്ക്വയർ വേവ് പോലെയല്ല, ഇങ്ങനെ വരുന്ന ഒരു ഷേപ്പ് ഉണ്ട്. അപ്പൊ അത് ഓപ്ഷൻ ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. എന്തായാലും ഈ കാണുന്നതാണ് ഫ്രീക്വൻസി. ഇപ്പൊ ഇതിൽ നിങ്ങൾ സ്ക്വയർ വേവ് കണ്ടല്ലോ, ഹൈ ഫ്രീക്വൻസി കണ്ടല്ലോ, ലോ ഫ്രീക്വൻസി കണ്ടല്ലോ. ഇതിൽ തന്നെ ഹൈ ഫ്രീക്വൻസി, സ്ക്വയർ വേവിലെ ഹൈ ഫ്രീക്വൻസി
കാര്യങ്ങൾ ഫ്രീക്വൻസി ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഉള്ള അവസ്ഥ എന്താണെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ടൈം പെർ ഡിവിഷൻ ഇവിടെ ഞാൻ ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു ഓപ്ഷനിൽ ഇട്ടതുകൊണ്ടാണ് മാറ്റി വെക്കാം. അത് സമയം നമ്മൾ മാറ്റുകയാണ്. സമയം മാറ്റുമ്പോൾ കണ്ടോ, ഇത് ഹൈ ഫ്രീക്വൻസി AC ആണ്. ഇപ്പൊ ഇതിന്റെ സമയം ഇട്ടാണ് 1 മില്ലി സെക്കൻഡ്. 1 മില്ലി സെക്കൻഡിൽ നമുക്ക് ഇങ്ങനെ കാണുള്ളൂ, അത്രയും സ്പീഡിലാണ് പോകുന്നത്. നമുക്ക് നമ്മളിവിടെ കാണുന്നത് സെക്കൻഡൊക്കെ എത്രയാ, മിനിറ്റുകളും അല്ലെങ്കിൽ 2-3 സെക്കൻഡൊക്കെ വേണ്ടേ നമുക്കത് വിസിബിൾ ആവാൻ പോലും. അപ്പൊ ഇത് ഇത്രയും ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് കൊടുക്കുന്നത്. ഫ്രീക്വൻസി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊരു സ്ക്വയർ വേവ് ആണെന്ന് മനസ്സിലായല്ലോ. AC സ്ക്വയർ വേവ്, അത് AC ആണെന്ന് മനസ്സിലായല്ലോ. പൊളാരിറ്റി ചേഞ്ചസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. 2 പൊളാരിറ്റി വരുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ BLDC ഫാനിന്റെ കാര്യം നോക്കാം. ഞാനിവിടെ BLDCന്റെ ഇതൊക്കെ ഇവിടെ പ്ലഗ് ചെയ്തിട്ടിട്ടുണ്ട്. മോട്ടോറിനെ ഞാൻ ചെക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാണ് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗം നോക്കാം. ഓക്കെ, ഇപ്പൊ ഇതില് നമ്മുടെ CRO ഇവിടെ ഉണ്ട്. CROയിലാണല്ലോ അപ്പൊ നമുക്കിത് അറിയേണ്ടത്. CROനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ വയർ എടുത്തിട്ട് ഇത് മൂന്നും ആണല്ലോ നമ്മുടെ കംപ്രസറിലേക്ക് അല്ലെങ്കിൽ ഇതിൽ BLDC മോട്ടോറിലേക്ക് പോകുന്നത്. കംപ്രസറിനും ഇതേപോലെ തന്നെ. ഇപ്പൊ ഇതിനെ കൊണ്ടിട്ട് ഞാൻ പ്ലഗ് ചെയ്യാണ്. ഇത് പ്ലഗ് ചെയ്ത് വെച്ചു. ഇപ്പൊ ഒന്നും കാണിക്കുന്നില്ല ഇവിടെ, കാര്യമായിട്ട് ഒന്നുമില്ല. കാരണം ഇവിടെ ഇത് ഓഫായി കിടക്കുകയാണ്. അപ്പൊ ഞാൻ റിമോട്ടിൽ ഒന്ന് ഓൺ ആക്കാം. ഫാന് കറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, കറങ്ങി ഇങ്ങനെ സ്ലോവിൽ സ്റ്റാർട്ടായി ഫാന് കറങ്ങി തുടങ്ങി. ഫാന് സ്മൂത്ത് ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ വരുന്ന സിഗ്നൽ കണ്ടോ, പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്, പൊളാരിറ്റി മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് സ്പീഡ് കൂട്ടി വെക്കാം. ഓക്കെ, സിഗ്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇനി ഈ സിഗ്നലിന്റെ ഷേപ്പ് കറക്റ്റ് കാണാൻ വേണ്ടി ഞാൻ ടൈം പെർ ഡിവിഷൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ചേഞ്ചസ് കണ്ടോ, പ്ലസ് മൈനസ് ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുന്നൊരു ഇതിലിടാം. അല്ല, പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്. ഇത് AC പോലെ തന്നെ, പക്ഷെ സ്ക്വയർ വേവ് ആണെന്ന് മാത്രം. സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ അല്ല, കറക്റ്റ് റെക്ടാങ്കുലർ ആണ്. റെക്ടാങ്കുലർ വേവ് ആണെന്ന് മാത്രം ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് AC അല്ലേ, പൊളാരിറ്റി ചേഞ്ച് ആവുന്നില്ലേ. ഇതിപ്പോ ഈ 2 വൈൻഡിങ്ങിലാണ് വെച്ചത്. ഇനി അടുത്ത വൈൻഡിങ്ങിലേക്കും ഒന്ന് പ്രോബ് മാറ്റി വെക്കാം. അടുത്ത വൈൻഡിങ്ങിൽ മാറ്റിക്കഴിഞ്ഞാലും സെയിം അവസ്ഥ കാണുന്നു. ഓക്കെ, ഇതുകൊണ്ടാണ് ഇത് കംപ്രസർ 3 ഫേസ് AC ആണെന്ന് പറയുന്നത്. ഇനി എന്താ DC ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. DC ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ DC ലെവലിലേക്ക് തന്നെ ഇടണം. മൾട്ടിമീറ്റർ DCയിൽ ഇട്ടു. ഇതാ ഒരു ബാറ്ററിയുടെ പ്ലസ്സിൽ നമ്മൾ മൾട്ടിമീറ്ററിന്റെ പ്ലസും വെച്ചു, മൈനസിൽ മൾട്ടിമീറ്ററിന്റെ മൈനസും വെക്കുക. വെച്ചു വേണ്ട, ഇവിടെ ഒരു വോൾട്ട് പെർ ഡിവിഷൻ കാണിക്കുന്നത് 10 വോൾട്ട് ആണ്. അതുകൊണ്ടാണ് ശരിക്കും ലൈന് കാണാത്തത്. നമുക്കൊന്ന് കുറച്ച് നോക്കാം. ഒരു കള്ളി എന്ന് പറഞ്ഞാൽ 2 വോൾട്ട്, അടുത്ത കള്ളി 4, 6, 8, 9 വോൾട്ടിന്റെ അടുത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ കള്ളിന്റെ അടിയിലായിട്ട് ഒരൊറ്റ ലൈനാണ് കാണിക്കുന്നത്. ഇനി AC-ലിട്ട് നോക്കിയാലോ, AC-ലിട്ട് നോക്കിയാലും കാര്യമായിട്ട് അതിൽ ചേഞ്ച് ഒന്നും കാണൂല. അതിന്റെ ലെവല് പറ്റ താഴത്തായിട്ട് പോയിട്ടുന്നുള്ളൂ. ഇവിടെ ഈ ലെവലിലേക്ക് എത്തിയെന്നുള്ളൂ, കാരണം AC കപ്ലിംഗ് ആയതുകൊണ്ട്. DC കപ്ലിംഗിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ വോൾട്ടേജിനെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് DC, മറ്റേത് AC. ഇനി ഇവിടെ നമ്മൾ DC-യിൽ ഇട്ടിട്ട് ഈ സിഗ്നലും ചെക്ക് ചെയ്യാണ്. അപ്പോഴെന്താന്നുള്ളത് ഇവിടെ കണ്ടെത്താലോ. DC-യിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്തിട്ടും കണ്ടോ, അത് DC തന്നെ ഇട്ടുള്ളത്. ഇവിടെ ഇപ്പോഴും കണ്ടോ അതേ സെയിം ചേഞ്ചസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പൊളാരിറ്റി മാറുന്നുണ്ട്. പൊളാരിറ്റി മാറുന്നതുകൊണ്ട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ബാറ്ററിയിൽ നേരത്തെ ചെയ്ത പോലെ പ്ലസിലും മൈനസിലും ആയിട്ട് ഇത് വെച്ചു. അപ്പൊ നമുക്ക് ഇവിടെ മുകളിലേക്ക് ലൈന് കാണിച്ചു. ഞാൻ ഈ പ്രോബിനെ നേരെ എടുത്തിട്ട് തിരിച്ചു വെക്കുകയാണ്. പ്രോബിനെ തിരിച്ചു വെച്ചാൽ ആ ലൈന് താഴേക്കായി.
അതായത് പൊളാരിറ്റി മാറി, ആ പൊളാരിറ്റി മാറുന്നതാണ് ഈ ലൈന് താഴെ വരുന്നത് മുകളിൽ വരുന്നത് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിൽ വെക്കുമ്പോൾ കണ്ട, ഇതിൽ വെക്കുമ്പോൾ പൊളാരിറ്റി മാറി മാറി വന്നുകൊണ്ടിരിക്കുക, മുകളിലും താഴെയായിട്ട് പൊളാരിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മുകളിലും താഴെയായിട്ട് പൊളാരിറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് AC അല്ലേ? ഇനി ഇത്രയും ഞാൻ കാണിച്ചു തന്നിട്ട് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് AC ആണെന്നുള്ളത് ബോധ്യപ്പെടാൻ പോകുന്നില്ല, അത്രേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ ഇതിൽ തന്നെ DC വരുന്നുണ്ട്. ഇത് DCയെ AC ആക്കിയിട്ടാണ് ഈ ഫംഗ്ഷൻസ് നടക്കുന്നത്, അത് സത്യമാണ്. അപ്പൊ ഇതിൽ DC വരുന്ന ഭാഗമുണ്ട്. ആ DC വരുന്ന ഭാഗത്ത് നമുക്ക് ചെക്ക് ചെയ്താൽ DC തന്നെയാണ് കിട്ടുക. ഇപ്പോ ഇതിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ IC ഉണ്ട്, IC പ്രവർത്തിക്കുന്നത് DC-യിലാണ്. ആ IC ഈ 3 മോസ്ഫെറ്റുകളെ കൊണ്ട് സ്വിച്ച് ചെയ്യിച്ച് ഹൈ ഫ്രീക്വൻസി AC ആക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. നമുക്ക് അവിടുത്തെ വോൾട്ടേജ് ഒന്ന് നോക്കാം. അതിന്റെ മുമ്പുള്ള ഈ ബോർഡിൽ ഈ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിനുള്ള പവറാണ് അങ്ങോട്ട് പോകുന്നത്, ഇത് SMPS ആ. ഈ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ആണ് അങ്ങോട്ട് പോകുന്നത്. ആ കപ്പാസിറ്ററിലെ വോൾട്ടേജിനെ നമുക്കൊന്ന് നോക്കാം. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് കണ്ടോ, സ്ട്രൈറ്റ് ലൈൻ. നേരത്തെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തപ്പെട്ട അതേ സെറ്റിംഗ്സ് തന്നെയാട്ടോ. ഞാൻ ഇവിടെ സെറ്റിംഗ്സ് മാറ്റി ഒന്നും കാണിക്കുന്നില്ല. സെയിം സെറ്റിംഗ്സിൽ ഇട്ടിട്ട് ഞാൻ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് വെക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണിക്കുന്നത് സ്ട്രൈറ്റ് ലൈൻ കണ്ടോ. ചെറിയൊരു നോയ്സ് അതിലുണ്ട്. പ്യുവർ ഫിൽറ്ററിംഗ് നടത്താത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ നോയ്സ് ഉള്ളത്. എന്നാലും അവിടെ നമുക്ക് കിട്ടുമ്പോൾ പൊളാരിറ്റി ചേഞ്ച് ആവുന്നില്ല. അതിനർത്ഥം ഇവിടെ വരുന്നത് DC ആണ്. എന്നാൽ കംപ്രസറിലേക്ക് ഇവിടേക്ക് എത്തുമ്പോൾ അതുള്ളത് AC ആണ്. ഇതാണ് ഒരു കംപ്രസറിന്റെ, നമ്മളൊരു BLDC കംപ്രസർ ആണെങ്കിലും ആ കംപ്രസറിലേക്ക് കൊടുക്കുന്നത് AC ആണ്. AC ഹൈ ഫ്രീക്വൻസി ആണ്, 3 phase ആണ്. അപ്പോ ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് കോളുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ കമന്റുകൾ തന്നെ കാണാമല്ലോ, അതിൽ തന്നെ ചെറിയ ഒരു മെസ്സേജിന് ഞാൻ എനിക്കിവിടെ കാണിച്ചു തരേണ്ടതിന്റെ ഒരു ആവശ്യം കൂടിയുണ്ട്. അതായത് പല ആൾക്കാരും എന്നോട് പറയുന്നത് ഇതാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ, ഒരു മലയാളം ചാനലിൽ പറഞ്ഞിട്ടുള്ളത് അത് DC ഫാൻ ആണെന്നാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടാക്കുന്നത്. ഇപ്പൊ എനിക്ക് ഒരാൾ അയച്ച ഒരു മെസ്സേജ്, ഞാൻ അയാളെ പേരും പിക്ചറൊക്കെ ഒന്ന് മറച്ചു പിടിച്ചാണ്. അയാൾ അയച്ച ഇതാണ്: കംപ്രസർ DC വോൾട്ടേജ് ആണ്, എളിയ അഭിപ്രായം, പബ്ലിക്കായി കമന്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, സധൈര്യം മുന്നോട്ട് നീങ്ങുക. സപ്പോർട്ടീവായിട്ട് സംസാരിച്ച ആൾ തന്നെയാണ്, മോശമായിട്ട് സംസാരിച്ചൊന്നുമില്ല. അപ്പൊ ആൾ എനിക്കത് വിശദാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് ഇവിടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇത് അതിന്റെ ഇൻവെർട്ടർ ACന്റെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാന്നുള്ളത്. നോയ്സ് ഫിൽറ്റർ, DC, PFC, കഴിഞ്ഞിട്ട് 3 മോസ്ഫെറ്റിൽ നിന്ന് 3 വയർ അങ്ങോട്ട് പോകുന്നു. പോട്ടെ, അതൊന്നും കണ്ട പെട്ടെന്ന് ചിലപ്പോൾ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇതിന്റെ അടിയിൽ ഇതൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാം. 230 വോൾട്ട് AC 50 Hz, കൺവേർട്ടർ DC 310 വോൾട്ട്, ഇൻവേർട്ടർ, വേരിയബിൾ ഫ്രീക്വൻസി, കംപ്രസർ. അത് ഒരു കമ്പനിയുടെ ഡൈക്കന്റെ കമ്പനിയിൽ തന്നെ ഇറക്കിയ അവരുടെ ഒരു സർവീസ് മാനുവലാ. ഇതിൽ കൊടുത്ത് തന്നെ കണ്ടോ, ആദ്യം കൺവേർട്ടർ എന്ത് ചെയ്തു, DC ആക്കി കൺവേർട്ട് ചെയ്ത്. ഇൻവേർട്ടർ എന്നുള്ള അർത്ഥം തന്നെ ഇൻവേർട്ട് ചെയ്യുക എന്നുള്ളതാ. ഒരു സിഗ്നലിനെ ഇൻവേർട്ട് ചെയ്യുക, തല തിരിച്ചിടുക. അതിനിപ്പോ തല തിരിച്ചതാക്കണം, ഇങ്ങനെ ആക്കി വേരിയബിൾ ഫ്രീക്വൻസി ആക്കി. അതിൽ തന്നെ അവർ തന്നെ ഇവിടെ ഡോട്ടർ ലൈൻ ആയിട്ട് കൊടുത്തൊരു കാര്യം കണ്ടോ നിങ്ങൾ. ഒന്നും വേണ്ട, നിങ്ങൾ നമ്മുടെ സൈൻ വേവിനെ കുറിച്ചൊന്നും ആലോചിച്ചാൽ മതി. ഇതിന്റെ ഗ്രാഫാണ് ഇത്, ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു AC സൈൻ വേവിന് തുല്യ പോലെ ആയിട്ട് അവർ കാണിച്ചില്ല. എന്തായാലും ഇത് ഇതാണ്, റെക്ടാങ്കുലർ വേവ് ആണ്. ആ റെക്ടാങ്കുലർ വേവ് ആണ് കംപ്രസർ മോട്ടോറിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് അയച്ചു തന്നത്. ഞാൻ ആൾക്കും ഇതേ സാധനം തന്നെ തിരിച്ച് ആ ഭാഗം ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്ത് അതിനെ കുറിച്ചുള്ള വോയിസ് ഇട്ട് കൊടുത്തു. ആൾക്ക് മനസ്സിലായിക്കോണം എന്താണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും വിമർശിക്കുകയും അതേപോലെ തന്നെ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നമ്മുടെ ഇതിൽ തന്നെ ഒരുപാട് ആളുകൾ, ഒരു സുധീഷ് ചേട്ടനും ഒക്കെ ഇതിനു മുമ്പ് ഞാൻ ഇട്ടൊരു വീഡിയോയിൽ ചെറിയ ഫാൾട്ട് കണ്ടപ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഞാനത് തിരുത്തി, ആ വീഡിയോ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് തിരുത്തി പുതിയ വീഡിയോ ഇടും ചെയ്തിരുന്നു. എന്നാൽ ഇത് എത്ര അങ്ങോട്ട് പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കാര്യത്തിന് പിന്നെ എന്നോട് വന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പൊ ഇനി ഞാൻ ഉറപ്പിച്ച് പറയാണ്, കംപ്രസർ, ഇൻവെർട്ടർ ACയിലെ കംപ്രസറും അതേപോലെ തന്നെ BLDC എന്ന് പറയുന്നതും AC ആണ് വർക്ക് ചെയ്യുന്നത്. AC ഹൈ ഫ്രീക്വൻസി ആണ് കൊടുക്കുന്നത്, ആൾട്ടർനേറ്റീവ് കറണ്ട് ആണ്. അതിന്റെ പേരിൽ എന്റെ ചാനൽ കാണാതിരിക്കുന്നുണ്ടെങ്കിൽ പോയിക്കോളൂ, ചാനൽ കാണണമെന്നില്ല, അത്രയേ ഉള്ളൂ. ഇനി DC ഫാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫാൻ ഉണ്ട് ACയിൽ ഉപയോഗിക്കുന്നത്.
ഇത് ഞാനിപ്പോ ഇവിടെ എനിക്ക് എന്റെ മണിയേട്ടൻ തന്നെ കൊണ്ട് തന്നതാണ്. ഇത് പൊളിച്ചു നോക്കാനുള്ളതാണ്. ഇതിന്റെ ഉള്ളിലെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ള പ്രോപ്പർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ ഇതിലേക്ക് 5 വയറുണ്ട്. ഒന്നിൽ 300 വോൾട്ട് DC ആണ് കൊടുക്കുന്നത്, പിന്നെ 15 വോൾട്ട് ആണ് കൊടുക്കുന്നത്, പിന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാനൊന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു പക്ഷെ ചിലപ്പോ സാധാരണ നമ്മുടെ DC മോട്ടോർ പറഞ്ഞല്ലോ നമ്മള്, മിനി മോട്ടോർ പോലെയുള്ള മാഗ്നറ്റ് വെച്ചിട്ട് അതിനെ എന്താ പറയുക അടുത്ത കമ്പിച്ചുറ്റിനെ മാഗ്നറ്റ് ആക്കിയിട്ട് ടെമ്പററി മാഗ്നറ്റ് ആക്കിയിട്ട് കറക്കുന്ന മെത്തേഡ് ആവാം. അല്ലെങ്കിൽ ഇതും BLDC ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇവിടെ സ്പീഡ് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് BLDC ആണോ അല്ലേ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ടില്ല. ഉറപ്പിക്കുകയാണെങ്കിൽ ഇത് ആദ്യം പൊളിച്ചിട്ട് നോക്കിയിട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് AC-ന്റെ അല്ലെങ്കിൽ BLDC എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഈ BLDC സിസ്റ്റം തന്നെയാണ് കംപ്രസറിൽ ഉപയോഗിക്കുന്നത്. കംപ്രസർ അപ്പൊ DC കംപ്രസർ അല്ല എന്ന് മനസ്സിലാക്കുക. DC കംപ്രസർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. AC കംപ്രസർ ആണുള്ളത്. ഒന്നെങ്കിൽ 2 ഫേസ് AC അല്ലെങ്കിൽ 3 ഫേസ് BLDC, ബ്രഷ്ലെസ് DC മോട്ടോർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം പറയുന്നത്. പക്ഷെ അത് DC അല്ല, AC ആണ്, ഹൈ ഫ്രീക്വൻസി ആണ്, പൾസേറ്റിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഫെബ്രുവരി 10-ന് ക്ലാസ് തുടങ്ങുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, അതിപ്പോ ഞാൻ ഇത്രയും പറഞ്ഞു, ഇത്രയും എക്സാമ്പിൾ വെച്ച് പറഞ്ഞു, അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അതൊന്നും മനസ്സിലാവാത്ത ആൾക്കാർ ദയവ് ചെയ്ത് ജോയിൻ ചെയ്യരുത്. കാരണം അങ്ങനത്തെ ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് കിടങ്ങാറാവുള്ളൂ. പിന്നെ ഫീസിന്റെ കാര്യത്തിൽ കൂടുതലാണ്. എനിക്ക് കുറച്ച് തരുമോ? ഒരാളൊക്കെ എന്നോട് ചോദിച്ചിരുന്നത്, എനിക്ക് പ്രായമായ ആളാണ്, 10-60 വയസ്സായി, ഞാനിപ്പോ റിട്ടയർഡ്, ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ്, അപ്പൊ 60 വയസ്സായി, എനിക്ക് ഈ നിങ്ങൾ കുട്ടികളെ വെറുതെ പഠിപ്പിച്ചു തരുന്നതൊക്കെയാണ് പറഞ്ഞിരുന്നത്. അവരാരും വെറുതെ ഒന്നല്ലല്ലോ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളും ഇതൊരു ജോലിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ, ഈ ഫീസ് അടക്കാൻ തയ്യാറുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. പിന്നെ അടച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഞാൻ എന്തായാലും കാണിക്കും. നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളും പക്ക പെർഫെക്റ്റ് ആയിട്ട് എടുത്തു തരും. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് തരും. അതിലൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോ, മറ്റൊരു ടോപ്പിക് എന്തെങ്കിലും ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.